ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാൻഡ്രിഡിലെ ഏറ്റവും വലിയ സിറ്റി ഗ്രാൻഡ് വിയലാണ്. ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി സൂക്ഷിക്കണം, കള്ളന്മാരുണ്ടെന്ന്. കാരണം ഇച്ചാന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇച്ചാൻ നടക്കണം. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള 2 മണിക്കൂർ എന്റെ കളഞ്ഞു. അയ്യോ, എന്നെ മനസ്സിലാക്കാത്ത ഒരു വേഷകോട്ടനാണ് ഈ വേഷകോട്ടൻ. അവിടെ പോലീസുകാര് ഭീകരക്കാരെ പിടിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചങ്ങഞ്ഞി വട്ടിട്ട് പറക്കാണ്. ഫ്ലാഷ് സമയമെല്ലാം കണ്ടു തീർത്തു. പൊരിഞ്ഞ വെയിലെന്ന് ഞാനാ പറയേണ്ടത്, നിങ്ങളല്ല. റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് വന്നിട്ട് കരഫൂരിന്ന് ഭക്ഷണം മേടിച്ച് തന്നേക്കാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. LGBTQ ആഘോഷ നിറവിലാണ് സ്പെയിൻ. എന്തോ വലിയൊരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. അതായത് നമ്മുടെ ATM കാർഡ് നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ടോളേതോ പോവാനോ എവിടെ പോവാനോ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻ തപ്പി നടക്കാണ്. നമ്മുടെ ബാങ്ക് കൈസ എന്ന് പറഞ്ഞൊരു ബാങ്കാണ്. അപ്പൊ ബാങ്കിൽ പോയിട്ട് ക്യാഷ് ആയിട്ട് നമ്മൾ ഇന്നലെ തന്നെ ബ്ലോക്ക് ചെയ്തു ATM കാർഡ്. നല്ലൊരു എന്താ പറയാ, ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഒരു കുറച്ച് അനുഭവങ്ങൾ വരണ്ടേ. പക്ഷെ ഇതൊരു വല്ലാത്തൊരു അനുഭവമായി പോയി. ഒരാളിവിടെ ATM കാർഡ് പോയി സങ്കടത്തിന് നടക്കാണ്. ഞാൻ പറഞ്ഞു പോട്ടെ, പോയത് പോട്ടെ എന്ന് പറഞ്ഞു. ATM കാർഡ് മാത്രം പോയി. ATM കാർഡ് കൂടെ വെച്ച കാശൊക്കെ തന്നെയുണ്ട്. നമ്മൾ ഒന്നാമത്തെ കേസ് നമ്മളിവിടെ വന്നേക്കണത് മാൻഡ്രിഡിലെ ഏറ്റവും വലിയ സിറ്റി ഗ്രാൻഡ് വിയലാണ്. അപ്പൊ ഞാൻ അത്യാവശ്യം ചേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി സൂക്ഷിക്കണം, കള്ളന്മാരുണ്ടെന്ന്. അപ്പൊ നമ്മൾ അത്രയും സൂക്ഷിക്കണം. അത് ഇപ്പൊ കള്ളന്മാരെടുത്തോണ്ട് പോയതല്ല, കയ്യിൽ നിന്ന് വീണതാന്ന് പറയണു. പക്ഷെ നമുക്ക് അറിയില്ല, കാരണം ATM കാർഡ് വെച്ചിരുന്ന സ്ഥലത്തുനിന്ന് വേറെ കാർഡുകളൊക്കെ അവിടെ ഉണ്ട്. ATM കാർഡ് മാത്രം നഷ്ടപ്പെട്ടു വെക്കണം. ഇച്ചനറിയാണ്ട് ആ ATM കാർഡ് എടുത്തോണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നണത്. ഇവിടുന്ന് 6 മിനിറ്റാ കാണിക്കണേ. നമ്മളിപ്പോ നമ്മുടെ ബാങ്കിലേക്ക് എത്താണ്. പൈസ ബാങ്കിൽ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓ മൈ ഗോഡ്, അതുകൊണ്ട് ഇത്ര നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റിയെന്ന്. ATM കാർഡ് എവിടെയെങ്ങാണ്ട് ഓർമ്മയില്ലാണ്ട് എടുത്ത് എറിഞ്ഞ് കളഞ്ഞിട്ട് പറയണ ഡയലോഗ് കേട്ടില്ലേ ഗൈസ്? അതെ, അവിടെ കോർത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ, അത് നമ്മുടെ തൊളേതോലുണ്ട്. കുഞ്ഞു വെർഷൻ, ഇത് അതിന്റെ പ്രോ വെർഷനാ. വലിയതാ കോർത്ത് ഇംഗ്ലീഷ്. ഇതേ ഫ്രണ്ടിൽ തന്നെ എൽ കോർത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് എഴുതിയേക്കണത്. അത്യാവശ്യം ഭയങ്കര വലിയ മാളാ, എല്ലാം കിട്ടും. അത് തന്നെ യൂറോപ്പിലെ ഫേമസ് ആയിട്ടുള്ള മാളിലൊന്നാണ് കോർത്ത് ഇംഗ്ലീഷ്. ഫോണിന്റെ ഡയറക്ഷനൊക്കെ നമ്മളെ ചതിച്ചു. ഡയറക്ഷനൊക്കെ പക്ക ഫേക്ക് ആണെന്നേ. ഇവിടെ നോക്കിയിട്ട് കൈസബാങ്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കയ്യിലേക്ക് വെക്കണം. അങ്ങനെ ഞങ്ങൾ എന്റെ പരിചയത്തിലുള്ളൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിനെ വിളിച്ചു. ഞങ്ങളിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടിന്റെ അടുത്തൊരു കൈസബാങ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ദൈവം തുണച്ചാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് പൈസ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിലും നീളത്തിലും മൂഞ്ചും. ATM കാർഡിന്റെ അത് എവിടെ പോയിന്നേ? ഞാനേ പേഴ്സിന്റെ ഉള്ളില് പൈസയും കാർഡും കൂടി ഒരുമിച്ച് വെച്ചു. പക്ഷെ കാർഡ് കാണുന്ന പൈസ അവിടെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ATM കാർഡിൽ നിന്ന് ATM കാർഡ് ഇല്ലാണ്ട് നമ്മൾ ക്യാഷ് എടുത്തു. അപ്പൊ നമ്മൾ പോകുന്നത് പ്ലാസ മയോറിലേക്കാണ്. അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവിടെ
അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാസമേറിന്റെ തൊട്ട് ബാക്കി നമ്മൾ വേറെ വഴിക്ക് നടന്നു. ഇപ്പൊ അവിടെ ചെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഇന്നോടത്തിന്റെ അപ്പുറത്താണ് പ്ലാസമേർന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഡോണമ്മയുടെ ചെറിയ ചെറിയ കുസൃതികൾ. കുഴപ്പമില്ല, ഇച്ചായന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഇച്ചായനെ നടത്തുന്നു. എനിക്കെല്ലാം അറിയാം, പക്ഷെ എന്നാലും ഞാനതിപ്പോ കാണിക്കില്ല. കാരണം ഇച്ചായന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇച്ചായൻ നടക്കണം. 85 കിലോ കഴിഞ്ഞ് 90ലേക്ക് കടന്നു ഇച്ചായൻ. 95ലേക്ക് കടന്നു. കുറയ്ക്കുമ്പോ കൂട്ടുമ്പോ നന്നായിട്ട് കൊടുക്കണം. കൂട്ടണമല്ലോ, മര്യാദക്ക് പിന്നാലെ നല്ല രീതിയില് 60 കിലോ ഉള്ള പഞ്ചാരിയാണ് ഈ പറയണത്. എനിക്ക് 60 കിലോ ഒന്നുമില്ല കൈസ്. 60 അല്ല 65. 10 കൊല്ലം മുമ്പ് പോത്ത് വളരെ വളർന്നതിന് മുമ്പായിരുന്നു 50 കിലോ. ഇപ്പൊ അത് കഴിഞ്ഞ് കുറച്ചായിട്ട് പോത്ത് പോലെ വളർന്നുകൊണ്ട് 65 ആയിട്ടുണ്ട്. ഒരു ഭക്ഷണം കഴിക്കലേ മൊത്തം തിന്നണ ഞാനാ. എല്ലാം വേസ്റ്റ് കളയും. പിന്നെ എന്ത് ചെയ്യാൻ? ഞാൻ പൊന്നാരിക്ക് വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തിന്നാണ്. അപ്പൊ എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് പൊന്നാരിയിലേക്ക് ചെന്ന് ചേർന്നു. അയ്യോ വേണ്ട വേണ്ട, അത്രയും വലിയ പ്രാർത്ഥന എനിക്ക് തരരുത്. ഇവിടെ നിസ്കേർതാന്ന് പറഞ്ഞത്. അതായത് ലെഫ്റ്റ്, നമ്മള് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോയത്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോയത്? അപ്പൊ ഞങ്ങള് പ്ലാസ മയോറിലെത്തി. അപ്പൊ ആ കാണുന്നതാണ് പ്ലാസ മയോർ. അപ്പോ ഞങ്ങക്ക് പ്ലാസ മയോറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റണമെങ്കിൽ ബൈസിക്കിൾ വേണമല്ലോ, ബിസിക്ലേത്ത. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് കുറേ ഇവിടെ മാഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബിസിക്ലേത്തൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ നമ്മൾ നമ്മുടെ DNA അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ആപ്പിലൂടെ തന്നെ നമുക്ക് ബിസിക്ലേക്ക് എടുക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയില്ല, കിട്ടാണെങ്കിൽ ലക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ചുറ്റാം. അപ്പൊ നമ്മളിപ്പോ സമയം 2 മണിയായി. ഈ 2 മണിയോടേക്ക് നമുക്ക് നൈറ്റ് വേണ്ട, ഒരു 6 മണി വരെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് മാൻഡ്രിഡ് ഒരുമാതിരി ചുറ്റിക്കറങ്ങാം, എല്ലാ സ്ഥലങ്ങളും കാണാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യണേ നമുക്ക് നോക്കാം. ആ പോണ ചെക്കൻ ഓടിക്കുന്ന സൈക്കിളാണ്. കിട്ടാൻ നോക്കാം. അങ്ങനെ ബിസി മാഡ് എടുക്കാനുള്ള ആ ഒരു ഉദ്ദേശം പൂർത്തിയായി. ബിസി മാഡ് ആദ്യത്തെ അരമണിക്കൂറിന് നമുക്ക് ഫ്രീ ആണ്. പിന്നെ അരമണിക്കൂർ 50 പൈസ. അത് കഴിഞ്ഞിട്ടുള്ള അരമണിക്കൂറിന് 3 യൂറോ. അപ്പം നമുക്ക് നഷ്ടം. നമ്മള് മാഡ്രിഡിൽ താമസിക്കുവാണെങ്കിൽ പെർ മന്ത് 10 യൂറോ ആണ്. അപ്പൊ അത് ലാഭമാണ്. പക്ഷെ ഇത് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചു. നമ്മളെ 2 പേർക്ക് സൈക്കിൾ എടുക്കുമ്പോൾ സൈക്കിളിന് മിനിമം നമ്മളൊരു അരമണിക്കൂർ 1 മണിക്കൂർ ഇപ്പം വൈകുന്നേരം വരെ നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു 4-5 മണിക്കൂർ വരും. 4-5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 10 മണിക്കൂർ വെച്ച് വരുമ്പോൾ 30 യൂറോ. 30 യൂറോ എടുത്ത് വരും. പക്ഷെ 30 യൂറോ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. എന്റെ ആവശ്യം ഇവിടെ നടന്നു പോകുന്ന ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. 2 ബീറും വാങ്ങിച്ച് കുടിച്ച് നടക്കാം. അപ്പൊ ബിസി മാഡ് എടുക്കുന്നില്ല. അപ്പൊ വേണമെങ്കിൽ ഒരു സന്തോഷത്തിന് അതിന്റെ പുറത്ത് പോയി ഒരു ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ബിസി മാഡിനോട് ഞങ്ങൾ ടാറ്റ പറയുകയാണ്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് എന്റെ കളഞ്ഞത്. വെറുതെ പ്ലാസ മയോറിൽ പോയിട്ട് സന്ദർശിക്കേണ്ട സമയത്താണ് ഇവിടെ വെറുതെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അറ്റ് ലാസ്റ്റ് പ്ലാസ മയോറിൽ എത്തിച്ചേർന്നു. കാണാനായിട്ടൊക്കെ രസമുണ്ട്. അയ്യോ അത്രയും വേണ്ട, ഇവിടെയുള്ള വേറെ അമ്മമാര് കിടന്ന് ചവിട്ടി കൂട്ടി കൊല്ലും ഗൈസ്. അപ്പോ നമ്മൾ നടന്ന് പ്ലാസ മയോറിന്റെ ഉള്ളിലോട്ട് ചെന്ന് ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു വഴിയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും വഴിയുണ്ട്. നമ്മുടെ ഉദ്ദേശം പോലെ ഇരിക്കുമ്പോ എവിടെ പോണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഫസ്റ്റ് ഏത് കാണണം എന്നുള്ളത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി അപ്പറ വഴി പോവാം. അതെ, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമുക്ക്. അന്ന് പിന്നെ എന്റെ കൈ തന്നെ മാറ്റി വെക്കേണ്ടി വരും. ഹായ് നോക്കി. ഞങ്ങൾക്ക് കലമാരസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എത്ര നമ്മളിപ്പോ നിക്കണ സ്ഥലത്തിന്റെ ഒരു ഇത് മറ്റേ കണ്ണാണം വെള്ളത്തെ പിള്ളേർക്ക് വേണ്ടിട്ട് ഉള്ളത്. അങ്ങനെയല്ല, കണ്ണൊട്ടും കണ്ടുവിടാത്ത ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിട്ട് എഴുതി വെച്ചേക്കണത്.
ഞങ്ങളത് അമ്പലത്തിൽ പ്രതിഷ്ഠ വെക്കണ മാതിരി പ്രതിഷ്ഠ വെച്ച് വരാണ്. കാരണം ഇവിടെ മൊത്തം കറങ്ങി ഞങ്ങള്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്ലാസ നമ്മുടെ സ്പാനിഷ് മസാലയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇവിടെ ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും എല്ലാം ഉള്ളൊരു സ്ഥലം. അതാണ് പ്ലാസ മയോർ എന്ന് പറയുന്നത്. മജോറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കാത്ത ഒരു വേഷകോട്ടനാണ് ഈ വേഷകോട്ടൻ. മുമ്പിൽ നിന്നിട്ട് അവിടെ നിൽക്കുന്ന സ്റ്റിക്കറും നോക്കിട്ട് പറയാണ് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ. അവിടെ പോലീസുകാര് നീഗ്രക്കാരെ പിടിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഈ ചങ്ങഞ്ഞി വട്ടിട്ട് പറക്കാണ്. അപ്പൊ ഗൈസ് ഫ്ലാഷ് സമയോർ എല്ലാം കണ്ടു തീർത്തു. പൊരിഞ്ഞ വെയിലെന്ന് ഞാനാ പറയേണ്ടത്, നിങ്ങളല്ല. അപ്പോ പ്ലാസ മയറിൽ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് ഒന്നുമില്ല. ആകെ ഒരു പ്ലാസയാണ്. ആ പ്ലാസയില് ഇവിടെ കുറെ പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ചുറ്റിനും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കുതിരപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. നിറച്ച് റെസ്റ്റോറന്റും കാര്യങ്ങളാണ്. ഇവിടെ ആൾക്കാർ ഫുഡ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഷോർട്ടില് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാട്ടോ. അത് പ്രൊഹിബിറ്റോസ് ആണ്. അവിടേക്ക് പ്രവേശനമില്ല. അവിടേക്ക് ആദ്യമേ പ്രവേശനം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പ്രവേശനമില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് നീഗുരക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ബാഗുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ട്, കാണുന്നുണ്ട്, പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കരഫൂരിന്ന് ഭക്ഷണം മേടിച്ച് തന്നേക്കാണ്. പൈസ വെട്ടിച്ചുരുക്കലിന്റെ ഫലമായിട്ട് അല്ലെ, പൈസയുടെ വെട്ടിച്ചുരുക്കലിന്റെ ഫലമായിട്ട് അവിടെ നമുക്ക് പോവാം. തുടർന്നുള്ള സുഖമായ ജീവിതത്തിനും നമ്മളുടെ ആഡംബര ജീവിതത്തിൽ നിന്നുള്ള മുക്തിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാശില്ലാതിട്ടല്ല. നമ്മള് കാശ് ഇങ്ങനെ ചെലവാക്കും, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നമ്മുടെ ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മാത്രം മറ്റുള്ളവരെ സഹായിക്കുന്ന മാനവികതയുടെ ഒരു നിറകുടമായ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കട്ടെ. ബിഗ് സല്യൂട്ട്. അപ്പൊ ഞങ്ങളിവിടെ സ്ഥലം തരെയാണ്. അപ്പൊ നിങ്ങക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തണലുള്ള സ്ഥലം ഞങ്ങൾ തെരഞ്ഞ് നടക്കുവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടി. ഇവിടെ നമ്മൾ ഇരിക്കുകയാണ്. ഇതിന്റെ ഉള്ളില് അത്തോണാണ്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? കണ്ണിനും കണ്ണിടാത്ത സാധനം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത്തൂണ അരച്ച് ചേർത്തേക്കണം. ഇച്ചിരാണെങ്കിൽ ഇതിൻ്റെ ഉള്ളില് എന്തായിരുന്നു പോർക്കും മയോണൈസും വെച്ചിട്ട്. ഇഷ്ടമായോ? ഇതിനേക്കാളും ടേസ്റ്റ് ആണോ? ഛർദിക്കാൻ മരിച്ചോ? കളിക്കല്ലേ. കളിക്കുന്ന സ്ഥലമാണ്, കുഴപ്പമില്ല. ഇതിൻ്റെ അപ്പുറം തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ ഇരിക്കണ ഒരു പ്രതീതി പോലെ മനസ്സിലാലോചിച്ച് നമ്മൾ തിന്നാണ്. അടുത്ത സ്ഥലത്തേക്ക് എവിടേക്ക് പോകണ്ടെന്ന് അറിയാൻ നോക്കിയിട്ട് നമ്മളൊക്കെ പറയാം. അപ്പൊ ചേട്ടാ ഗൈസ് ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. LGBTQന്റെ ആഘോഷ നിറവിലാണ് സ്പെയിൻ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് മാൻഡ്രിഡ് ഒരു വലിയ പ്ലാസയുടെ ഫ്രണ്ടിലാണ്. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ആഘോഷം തന്നെ നടക്കാണ്. സ്പെയിനിൽ എല്ലാവരും അവർ സപ്പോർട്ട് ചെയ്യണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു 100-ൽ 90% ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. സ്പെയിനിൽ മാൻഡ്രിഡ് പോലുള്ള സിറ്റികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ ഇത്. തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഭയങ്കര വൃത്തിയും തന്നെയുള്ളൊരു ടോയ്ലറ്റ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് ഉപകരിക്കുന്ന ഒരു ടോയ്ലറ്റ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഹാഫ് ആൻഡ് അവേഴ്സ് വന്നിട്ട് ഇവർ ക്ലീൻ ചെയ്യും. ടോയ്ലറ്റിന്റെ അനുഭവം അക്വാ ടോയ്ലറ്റ് അടിപൊളി ടോയ്ലറ്റ് ആയിരുന്നു. ചെറിയൊരു സംഭവത്തിൽ തന്നെ
എല്ലാം ഉണ്ട്. ആദ്യം എനിക്കിനെ ഫ്ലഷ് ചെയ്യണം ഇങ്ങനെയൊന്നും മനസ്സിലായില്ലായിരുന്നു. അതിന്റെ താഴെ തന്നെ കമ്പം ഇങ്ങനെ വലിക്കണം. ആ കമ്പുമല്ല വലിച്ചത്. സാധനമില്ലേ കൈ കഴുകണതില് അതിൽ നിന്ന് ഇങ്ങനെ ചവിട്ടിയാൽ മതി, ഫ്ലഷ് ആവും. ആണോ? കമ്പുമ വലിച്ചാലും ഫ്ലഷ് ആവും. ആണോ? ഏറ്റവും വലിയ സ്റ്റാർബക്സിന്റെ കെട്ടിടമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ വരുമ്പോ തന്നെ കോഫിയുടെ ചുറ്റും കോഫിയുടെ. ഇത് അത് എനിക്കാണെങ്കിൽ സ്റ്റാർബക്സിലെ കോഫി ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല. ചായക്കുഞ്ഞ് എനിക്ക് മേടിച്ചു തരൂ, മേടിച്ചു തരൂ പ്ലീസ്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, അതുകൊണ്ടാണ്. ഇവിടെ എൻ്റെ ഫിനാൻഷ്യൽ മാനേജർ പറയുന്നത് സ്റ്റാർബക്സിൽ നിന്ന് കോഫി കുടിക്കേണ്ടെന്നാണ്. കോഫിയുടെ മണം മൊത്തം ശ്വസിച്ചോ എന്നാണ് പറയണത്. കേട്ട് സ്റ്റാർബക്സിൽ നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് TUK മാദ്രിഡ് എന്നാണ്. അതായത് തുക് മാദ്രിഡ് എന്നാണ് പറയുന്നത്. ഇതിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഓഷ്യൻ ഡ്രൈവ്. ആദ്യം TU ഉണ്ട്. ഓ സോറി. അപ്പോൾ ഇവിടെ അടുത്ത് കുറെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ചെറിയൊരു പ്ലാസ പോലത്തെ ഒരു സംഭവമാണ്. എന്തോ വലിയൊരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഒരു തേങ്ങ ഇല്ലാണ്ട് ഇവിടെ വന്ന് നിൽക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് നടക്കാം. ഒരു അട്രാക്ഷൻ പോയിന്റ് ആണ്. ഇവിടെ അട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തത് എന്റെ കുഴപ്പമില്ല. ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. എന്തോ പണ്ട് ഇവിടെ വന്ന് ഭയങ്കര ശീലാണല്ലോ ഈ ചായ. ഞാൻ മുമ്പ് ഇവിടെ വരുമ്പോ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. എന്ത് ഗാർഡനാണ്? ഇവിടെ എല്ലായിടത്തും ഗാർഡൻ ഉണ്ട്. മറ്റേ എവിടെ ഇവിടെ ദുബായിലെവിടെയാ മറ്റേ പമ്പിന്റെ അടുത്തെന്ന് പറയണ കാര്യല്ലേ? പമ്പിന്റെ അടുത്തല്ല, അത് ഏത് കോമഡിയാ? അത് ഇവിടെ ഉള്ളൊരു കോമഡി. ഒരു ചേച്ചി ചേട്ടനോട് അവിടെ എന്തോ സംഭവം ഉണ്ട്. പിന്നെ ഗൈസ്, നമ്മളിങ്ങനെ ഒരുപാട് നടന്ന് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് റോയൽ പാലസിന്റെ ഉള്ളിലോട്ടാണ്. മാഡ്രിഡിലെ ഏറ്റവും വലിയ രാജകൊട്ടാരമാണ്. പശ്ചിമ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജകൊട്ടാരത്തിന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു കുട്ടി ഗാർഡനും അതുപോലെ തന്നെയുള്ള ചെറിയൊരു മ്യൂസിയം ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ റോയൽ പാലസിന്റെ ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പ്രതിവർഷം 20 ദശലക്ഷം ആളുകളാണ് റോയൽ പാലസ് കാണാൻ എത്തുന്നതെന്നാണ് കണക്കെടുപ്പ്. പാലസിന്റെ ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പൂക്കളുള്ള വലിയ ഗാർഡൻ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഗാർഡൻ കാണാൻ തന്നെ 1 മണിക്കൂർ സമയം എടുക്കും. പണ്ടത്തെ രാജകൊട്ടാരം, ആ രാജകൊട്ടാരത്തിലേക്കാണ് നമ്മളുടെ പോക്ക്. ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഭരിച്ചിരുന്നു. ആ രാജാവിന്റെ അണ്ടറിലായിരുന്നു മാഡ്രിഡിലെ ജനങ്ങള്. ഇപ്പോഴത്തെ ആധുനിക യുഗത്തില് നമുക്കിതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അതിനുള്ള തെളിവാണ് ഈ കാണുന്നതൊക്കെ. വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങളുടെ നടുവിലായിട്ടാണ് റോയൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മൊത്തത്തിൽ പറഞ്ഞ മാഡ്രിഡിന്റെ ഒരു കേന്ദ്ര ഭാഗത്താണ് റോയൽ പാലസ് ഉള്ളത്. പാലസിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് വിചിത്രമായിട്ടുള്ള പ്രതിമകളൊക്കെ കാണാൻ സാധിക്കും. ഇതെല്ലാം അവിടെ ഭരിച്ചിരുന്ന ഓരോ ഭരണാധികാരികളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തലവന്മാരും ഒക്കെയാണ്. പാലസ് കണ്ട് ക്ഷീണിച്ചിരിക്കുന്നവരേറെയാണ്. ഇത്രയും ഗാർഡൻ ഉണ്ടായിട്ടും ഒരു തരി തണല് പോലും ഇല്ല എന്ന് ആലോചിക്കുമ്പോഴാണ്. ഏക്കർ കണക്കിനാണ് ഗാർഡൻ ഉള്ളത്. ഈ ഗാർഡൻ താണ്ടിയിട്ട് വേണം നമ്മൾ ഈ റോയൽ പാലസിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. അതാ നമ്മൾ റോയൽ പാലസിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു. ഇവിടുന്ന് മുതലാണ് റോയൽ പാലസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊട്ടാരത്തിന്റെ വളപ്പിൽ കൂടിയുള്ള ഒരു യാത്ര. രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതി തന്നെയായിരുന്നു ഈ റോയൽ പാലസ് എന്ന് പറയുന്നത്. ഇപ്പോഴാവട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ റോയൽ പാലസ് തുറക്കുള്ളൂ. അതായത് ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം. അപ്പോൾ സന്ദർശകരെ ഒന്നും അനുവദിക്കുകയില്ല. റോയൽ പാലസിന്റെ ചുറ്റും പുറകെയായിട്ട് ഒരുപാട് വേഷങ്ങൾ കെട്ടി മനുഷ്യർ ആടുന്നുണ്ട്. ഫ്രീ ഒന്നും അല്ലാട്ടോ. നമ്മൾ അവിടെ പോയി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തോടു കൂടി ഇവിടെ സ്റ്റാച്ചുവിന്റെ നിൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വൈകുന്നേരം നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് കാണാട്ടോ. ഇപ്പൊ ഇച്ചായി നിൽക്കുന്നത് പാലസിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ്. ഇവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാഡ്രിഡിലെ എല്ലാ ചെറിയ ചെറിയ കെട്ടിടങ്ങളും കാണാൻ പറ്റും. ഏറ്റവും കേന്ദ്ര ബിന്ദുവിലാണ് ഈ പാലസ് ഉള്ളത്. ഒരുപാട് കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ പാലസിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളൊരു മ്യൂസിക് വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പാലസിന്റെ ഉള്ളിലാണ് കാണുന്നതെങ്കിൽ ഓരോ ആളുകൾക്കും 18 യൂറോ വെച്ച് ടിക്കറ്റ് ഫീസ് ഈടാക്കും. 2 മണിക്കൂർ എടുക്കും ഇത് മൊത്തം ഒന്ന് കണ്ടു തീരാനായിട്ട്. 1500ഓളം മുറികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആയുധങ്ങളുടെ ശേഖരം, മ്യൂസിക്കുകള്, പണ്ട് കാലഘട്ടത്തില് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെന്റ്സ്, രാജാക്കന്മാരുടെ
വസ്ത്രധാരണ രീതികൾ, രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ എല്ലാം പാലസിലേക്ക് കയറുമ്പോൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. കയറുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഹെഡ്ഫോൺ തരും. പിന്നെ എല്ലാ കാര്യങ്ങളും ഹെഡ്ഫോണിലുണ്ട്. പാലസിന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ കുറേ നേരം ചെലവഴിച്ചു. പാലസിന്റെ കൂടുതൽ വീഡിയോകൾ നെക്സ്റ്റ് വ്ലോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ബൈ.